Dear students, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ്. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ പറയാം. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇങ്ങനെയുള്ള ഇന്റഗ്രലില് ഐദർ എ ഈസ് മൈനസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ബി ഈസ് പ്ലസ് ഇൻഫിനിറ്റി ഓർ ബോത്ത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഈ തരത്തിലുള്ള ഇന്റഗ്രൽസിനെയാണ് നമ്മൾ എന്ത് പറയാ, പിന്നെ ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത്. അതായത് മൈനസ് ഇൻഫിനിറ്റി ടു ബി എന്ന് പറഞ്ഞ ടൈപ്പ് ഇന്റഗ്രൽസ്, ഓർ ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് അങ്ങനെയുള്ള ഇന്റഗ്രലോ, അല്ലെങ്കിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയുള്ള ഇന്റഗ്രലിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ആൻഡ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എന്തെഴുതാം? ഇന്റഗ്രൽ എ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ലിമിറ്റ് equal to limit a tends to minus infinity integral a to b f of x dx എന്നും, പിന്നെ അടുത്തത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുക: ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് നോട്ട് f of x dx plus integral x naught to infinity f of x dx, and proceed like this, and this integral converges if this limit exists. Like this limit this integral exists if the limit exists. ലിമിറ്റ് എക്സിസ്റ്റ് എന്നുണ്ടെങ്കിൽ ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവെർജസ് എന്ന് പറയും. മനസ്സിലായോ? ലിമിറ്റ് ഉണ്ടെങ്കിൽ, ഫൈനൈറ്റ് ആണെങ്കിൽ ഇംപ്രോപ്പർ ഇന്റഗ്രൽ എന്ത് പറയാം, നമുക്ക് കൺവെർജസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡൈവർജസ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തതായിട്ട് നമ്മൾ രണ്ട് പ്രോബ്ലം കൂടെ അതിൻ്റെ ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ രണ്ട് പ്രോബ്ലം കൂടെ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഈസ്, ഒന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു, ഇനി ബാക്കിയുള്ള പ്രോബ്ലം നോക്കാം നമുക്ക് കേട്ടോ. അടുത്ത പ്രോബ്ലം, ഷോ ദാറ്റ് integral 0 to infinity e raised to minus tx dx, t ആണ് കേട്ടോ, integral minus tx dx where t is a constant converges if t greater than 0 and diverges if t less than or equal to 0. Show that integral 0 to infinity e raised to minus tx dx where t is a constant converges if t greater than 0 and diverges if t less than or equal to 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാം കേട്ടോ. if t not equal to 0, integral 0 to infinity e raised to minus tx dx equal to integral 0 to infinity ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതാം? ലിമിറ്റ് b tends to infinity, നമ്മളിത് പഠിച്ചു. ലിമിറ്റ് b tends to infinity integral 0 to b e raised to minus tx dx. അപ്പോൾ എന്താണ്? integral 0 to infinity e raised to minus tx dx equal to limit b tends to infinity integral 0 to b e raised to minus tx dx.
ആണ്. That is equal to limit b tends to infinity. ഇതിനെ integrate ചെയ്യാം. e raised to minus tx divided by minus t. Integral limit is from 0 to b. That is equal to limit b tends to infinity. ഇനി upper limit കൊടുക്കുക minus lower limit. Okay. That is upper limit കൊടുക്കുമ്പോൾ എന്താ വരിക? e raised to minus tb by t negative t. ഇനി എക്സിന് 0 കൊടുക്കുക. 0 കൊടുക്കുമ്പോൾ എന്താ വരിക? 0 കൊടുക്കുമ്പോൾ e raised to 0 എന്ന് വരും, 1 വരും, 1 by ആണെങ്കിൽ ഇവിടെ എഴുതാം നെഗറ്റീവ് ടി എന്ന് പറയും, minus 1 by negative t. അതായത് limit b tends to infinity e raised to minus tb by negative t plus 1 by t എന്നാണ് വരിക അല്ലേ? അപ്പൊ ആദ്യത്തെ ലിമിറ്റ് പ്ലസ് രണ്ടാമത്തെ ലിമിറ്റ്. ഇനി ആദ്യത്തെ ലിമിറ്റ് എടുക്കുമ്പോൾ എന്താ വരിക? ലിമിറ്റ് b tends to infinity e raised to minus tb എന്ന് വെച്ചാൽ e raised to minus infinity എന്ന് വരും. e raised to minus infinity എന്താണ്? 0 ആണ് അല്ലേ? അപ്പൊ 0 ആണ്. e raised to minus infinity 0 by negative t എന്ന് വരും, പ്ലസ് 1 by limit b tends to infinity 1 by t എന്ന് വരും. That is that is equal to 1 by t into 1. ശരി. ഒരു മിനിറ്റ്. ഇതിൽ നമ്മൾ വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ടി എന്നൊക്കെ പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ് അല്ലേ? ഇവിടെ b tends to infinity എന്നേ പറയുന്നുള്ളൂ. അപ്പൊ ടി ഉള്ളത് നമുക്ക് പുറത്തോട്ട് എടുക്കുകയാണെങ്കിൽ 1 by t into 1 minus limit b tends to infinity e raised to minus tb എന്ന് വരും. എന്താണ്? 1 by t into 1 minus limit b tends to infinity e raised to minus tb. That is equal to any limit. Now limit b tends to infinity e raised to minus tb എന്താണ്? Equal to b tends to infinity ആണ്. t greater than 0 ആണെങ്കിൽ, t greater than 0 ആണെങ്കിൽ this is equal to എന്ത് വരും? e raised to minus ഒരു പോസിറ്റീവ് നമ്പർ ഇൻറ്റു b tends to infinity അല്ലേ? പോസിറ്റീവ് നമ്പർ. അപ്പം മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. e raised to minus infinity എന്നുള്ള ഫോമിൽ തന്നെ വരും. അപ്പൊ എന്താ വരിക? 0 എന്ന് വരും. ഇഫ് എപ്പോ t greater than 0 and equal to എന്താണ്? t less than 0 ആണെങ്കിൽ less than നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്പർ ആണ്. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് നമ്പർ ആണ്. പോസിറ്റീവ് നമ്പർ വരും ഇവിടെ ടിയുടെ അവിടെ. ഇവിടെ നെഗറ്റീവ് ടി പോസിറ്റീവ് നമ്പർ വരും. പോസിറ്റീവ് നമ്പർ ഇൻറ്റു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ വരും. അപ്പൊ e raised to infinity എന്നുള്ള ഫോമിൽ വരും. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? ഇൻഫിനിറ്റി അല്ലേ വരിക? ഇഫ് t ലെസ് ദാൻ 0. അപ്പൊ എന്താണ് നമുക്ക് വരുന്നത്? 1 by t into 1 minus limit b tends to infinity e raised to minus tb and limit b tends to infinity e raised to minus tb equal to 0 if t t greater than 0 and equal to infinity if t less than 0. Therefore
Hence, integral 0 to infinity e raised to minus tx dx converges. Integral 0 to infinity e raised to minus tx dx converges if t greater than 0. t greater than 0 ആവുമ്പോൾ converge ചെയ്യും. And ലിമിറ്റ് ഫൈനറ്റ് ആവുമ്പോഴല്ലേ കൺവെർജ് ചെയ്യുക. അതുകൊണ്ടാണ് പറയണത് ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 0 ആണല്ലോ ലിമിറ്റ് വാല്യൂ. അതുകൊണ്ട് ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ കൺവെർജ് ചെയ്യും. ആൻഡ് ഡൈവേർജസ് ഇഫ് ടി ലെസ് ദാൻ 0. ഇനി അറ്റ് ടി ഈക്വൽ ടു 0 നമുക്ക് എന്താ വരിക? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി എക്സ് dx. ടി ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താ വരിക? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് 0x. e raised to minus 0x എന്ന് വെച്ചാൽ e raised to 0 അല്ലെ? e raised to 0 എന്ന് വെച്ചാൽ 1 dx എന്ന് വരും. That is equal to limit b tends to infinity integral 0 to b dx എന്ന് വരും. അപ്പൊ എന്താ വരിക? ലിമിറ്റ് b tends to infinity b minus 0 എന്ന് വരും. That is equal to infinity. അപ്പൊ എന്താ പറയാം? Therefore എന്ത് പറയാം? ഇന്റഗ്രൽ 0 to infinity e raised to minus tx dx converges if t greater than 0 and diverges if t less than or equal to 0. അപ്പൊ ഈ ആൻസർ കിട്ടിയില്ലേ നമുക്ക്? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. പല പ്രോബ്ലത്തിലും ഈ റിസൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ടി എക്സ് ഡി എക്സ് കൺവെർജസ് ഇഫ് ടി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഡൈവേർജസ് ഇഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഷോ ദാറ്റ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 by x raised to p dx where p is a constant and a greater than 0 converges. p is a constant and a greater than 0 converges. Integral a to infinity ആണ് കേട്ടോ. a greater than 0 converges if p greater than 1 and diverges if p less than or equal to 1. Then show that integral a to infinity 1 by x raised to p dx where p is a constant and a greater than 0 converges if p greater than 1 and diverges if p less than or equal to 1. ചെയ്യാം. Integral a to infinity 1 by x raised to p dx equal to limit b tends to infinity integral a to b 1 by x raised to p dx. That is equal to ആണല്ലോ, ഇത് ഇങ്ങനെയാണല്ലോ ഡെഫിനേഷൻ വെച്ചിട്ട് ഇങ്ങനെയാണല്ലോ ലിമിറ്റ് b tends to infinity integral a to b 1 by x raised to p dx. അപ്പൊ ലിമിറ്റ് b tends to infinity ആണ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? x raised to 1 by x raised to p എന്ന് വെച്ചാൽ x raised to minus p ആണ്. ഇന്റഗ്രൽ x raised to minus p dx. അപ്പൊ എന്താണ് ഇന്റഗ്രൽ x raised to minus p എന്ന് പറയുന്നത്? x raised to minus p plus 1 by minus p plus 1 from a to b. That is equal to limit b tends to infinity b raised to minus p plus 1 minus a raised to minus p plus 1 divided by 1 minus p എന്ന് വരും. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, p 1 ആവാൻ പാടില്ല. നമുക്ക് എഴുതാം provided p not equal to 1.
that is equal to 1 by 1 minus p into limit b tends to infinity b raised to 1 minus p minus b ആണ് ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, എ റേസ് ടു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് അതിൽ ലിമിറ്റ് എഴുതണ്ട, എ റേസ് ടു മൈനസ് പി പ്ലസ് 1 അതേപോലെ എഴുതാം. ഇനി നമുക്കറിയാം ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി എടുക്കുകയാണെങ്കിൽ ബി ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ വരിക, 1 മൈനസ് പി എന്താ വരിക, നെഗറ്റീവ് ബി റേസ് ടു ഒരു നെഗറ്റീവ് ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലായിരിക്കും വരിക. ബി റേസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ 1 by ഇൻഫിനിറ്റി എന്നുള്ളതാണ്. അപ്പോൾ എന്താ വരിക, 0 ആണ് വരിക. അപ്പോൾ ഇഫ് പി ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1 ആണെങ്കിൽ 1 മൈനസ് സം നമ്പർ എന്ന് പറയുമ്പോൾ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും വരിക. ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എന്താ വരിക, ഒരു ബി റേസ് ടു ഒരു ഫ്രാക്ഷൻ അല്ലേ, ഇൻഫിനിറ്റി റേസ് ടു ഫ്രാക്ഷൻ. അപ്പോൾ എന്താ അത് വരിക, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് p less than 1. എന്ത് പറയാം, therefore hence integral a to infinity 1 by x raised to p dx is convergent. Integral a to infinity x raised to p 1 by x raised to p dx is convergent if p greater than 1 and divergent if p less than 1. Integral a to infinity 1 by x raised to p dx is convergent. Convergent ആവണമെങ്കിൽ p greater than 1 ആവണം. Divergent if p less than 1. Now when p equal to 1 വരുമ്പോൾ നമുക്ക് എന്താ വരിക, ഇന്റഗ്രൽ a to infinity 1 by x raised to p dx ഈക്വൽ ടു എന്താ വരിക, നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. പിക്ക് പകരം പിന്നെ 1 ഇട്ട് നോക്കാം, 1 by x dx എന്ന് വരും അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് p ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ a to b 1 by x dx എന്ന് വരും. അപ്പോൾ 1 by x എന്താണ്, log x ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലേ. log x from a to b എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് log b മൈനസ് log a. ലിമിറ്റ് കൊടുക്കണം, ലിമിറ്റ് കൊടുക്കാൻ മറന്നു ഞാൻ. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് ഇൻഫിനിറ്റി എന്ന് വരും. ലോഗ് ഇൻഫിനിറ്റി മൈനസ് log a എന്ന് വരും. അപ്പോൾ ഇൻഫിനിറ്റി തന്നെ വരും ആൻസർ അല്ലേ. അപ്പോൾ എന്താ വരിക, p 1 ആവുമ്പോഴും ഇൻഫിനിറ്റി ആണ് വരിക. അപ്പോൾ എന്ത് പറയാം നമുക്ക്, അപ്പോൾ ഡൈവർജന്റ് ആണെന്ന് പറയാം. ഫൈനൈറ്റ് നമ്പർ ലിമിറ്റ് ഫൈനൈറ്റ് ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, കൺവർജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ therefore എന്ത് പറയാം, ഇന്റഗ്രൽ a to infinity 1 by x raised to p dx is convergent if p greater than 1 and divergent if p less than or equal to 1. ഈ റിസൾട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റഗ്രൽ a to infinity 1 by x raised to p dx is convergent if p greater than 1 and divergent if p less than nor equal to 1. and മുമ്പ് പഠിച്ച റിസൾട്ടും ഇന്റഗ്രൽ 0 to infinity e raised to minus tx dx where t is a constant converges if t greater than 0 and diverges if t less than or equal to 0. ഈ രണ്ട് ഇന്റഗ്രൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും പിന്നെ വേറെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കും ഈ റിസൾട്ട്. ഓക്കെ, ശരി.